ഹൃദ്രോഗം, ഡയബറ്റീസ്, പ്രഷർ, ക്യാൻസർ, PCOD, പക്ഷാഘാതം, അങ്ങനെ പലതരത്തിലും അതിൻ്റെ വകഭേദങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, മരണനിരക്കും മോർബിഡിറ്റിയും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടാണ് നടക്കുന്നത്. കൃത്യമായ ന്യൂട്രീഷനും കാലറിയും ഫുഡും അവിടെ നിന്ന് ലഭിക്കണമെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ വേണം ഫുഡ് കഴിക്കാൻ. അതിന് പകരം പലതരത്തിലുള്ള ഫുഡുകൾ പല സമയങ്ങളിൽ രുചിക്കുന്നത് മൂലം അത് ഓവർ കാലറി ആവുകയും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ മെഹ്റാസ് ഹോസ്പിറ്റൽ, കോഴിക്കോട്. 18-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത് പോവർട്ടി മൂലമായിരുന്നു. പക്ഷേ ഇന്നത്തെ നാട്ടിൽ എന്തുകൊണ്ടാണ് കൂടുതൽ മരണനിരക്കെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടുള്ള അസുഖങ്ങൾ മൂലമാണ്. ഹൃദ്രോഗം, ഡയബറ്റീസ്, പ്രഷർ, ക്യാൻസർ, PCOD, പക്ഷാഘാതം, അങ്ങനെ പലതരത്തിലും അതിൻ്റെ വകഭേദങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, മരണനിരക്കും മോർബിഡിറ്റിയും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടാണ് നടക്കുന്നത്. പണ്ട് പോവർട്ടിയാണ് ഇരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ അസുഖങ്ങൾ വരുന്നതും ലൈഫ് സ്റ്റൈൽ ഡിസീസ് മൂലമാണ്. പണ്ട് പോവർട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് ഓവർ ഈറ്റിംഗ് ആണ്. ഓവർ ഈറ്റിംഗ് മൂലം നമ്മുടെ അമിതവർണ്ണം, ഒബീസിറ്റി, അതിൽ പല അസുഖങ്ങളിലേക്കും ഒബീസിറ്റി നയിക്കുന്നു. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, PCOD, ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസ്, പക്ഷാഘാതം, അങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങളും അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം അമിതമായിട്ടുള്ള ഭക്ഷണ രീതിയോ അല്ലെങ്കിൽ എക്സസൈസ് കുറഞ്ഞതോ ഇൻസുലിൻ ലെവൽ കൂടി ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയതുമൂലം ഉണ്ടാവുന്ന അമിതവണ്ണമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ്. പണ്ട് പോവർട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥിതി വന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ഇനാക്റ്റീവ് ആവുന്നു. അതുകൊണ്ട് നമ്മുടെ കാലറി ശരീരത്തിൽ കൂടുന്നു. അത് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കാതെ വരുമ്പോഴുണ്ടാവുമ്പോഴാണ് നമുക്ക് അമിത വണ്ണം വരുന്നത്. അമിത വണ്ണത്തിനുള്ള പ്രധാന കാരണങ്ങളൊന്ന് നമ്മളുടെ ഇൻസുലിൻ ലെവൽ ശരീരത്തിൽ കൂടുന്നതാണ്. ഒബീസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ അത് ഒബീസിറ്റി പല കാര്യങ്ങളിലേക്കും ഡിസീസിനെ നയിക്കുന്നുണ്ട്. ഇൻസുലിൻ ലെവൽ കൂടി പ്രമേഹമാവുകയും അതിൻ്റെ ഫലമായി ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക്, PCOD, ക്യാൻസർ, പക്ഷാഘാതം, അങ്ങനെ പല അസുഖങ്ങളും അതുമൂലം സംഭവിക്കുന്നു. 18-ാം 19-ാം നൂറ്റാണ്ടുകളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മരണങ്ങൾ എന്തുകൊണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. എന്തുകൊണ്ടായിരുന്നു? അത് കൂടുതലും പട്ടിണി മൂലമായിരുന്നു. അന്ന് നമുക്ക് സാമ്പത്തിക സ്ഥിതി മോശവും ഭക്ഷണം കുറവും മൂലം പല അസുഖങ്ങളും ദാരിദ്ര്യം മൂലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതിയോ, നാം എല്ലാം കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളെ കൊണ്ടാണ് ഇന്ന് പല അസുഖങ്ങളും നമുക്ക് സംഭവിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാവുന്നത് അമിത ഭക്ഷണം മൂലമുണ്ടാവുന്നത് ഒബീസിറ്റിയാണ്. ഒബീസിറ്റിയാണ് ഇവിടുത്തെ പ്രധാന വില്ലൻ. ആ ഒബീസിറ്റി മൂലമാണ് നമുക്ക് പല അസുഖങ്ങളും വരുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്ന് ഡയബറ്റീസ് വരുന്നു.
ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ പലതരത്തിൽ വരുന്നു. ഒപ്പം ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, കാർഡിയാക് ഡിസീസ്, PCOD, ഹെമിപ്ലീജിയ മുതൽ പല അസുഖങ്ങളും അതിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ക്രമമില്ലാത്ത ഇല്ലെങ്കിൽ അന്യായമായ ഭക്ഷണ രീതിയാണ്. ഇന്ത്യ ഇന്ന് അറിയപ്പെടുന്നത് ഡയസിറ്റി എന്നുകൊണ്ടാണ്. ഡയബറ്റിക് ആൻഡ് ഒബീസിറ്റിയുടെ ഇൻസിഡൻസ് വളരെയധികം കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കുട്ടികളിൽ ഉണ്ടാവുന്ന ഒബീസിറ്റിയുടെ പ്രധാന കാരണങ്ങളാണ് ഇന്നിവിടെ നാം ചർച്ച ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികളിൽ ഈ അടുത്ത കാലത്ത് ഭക്ഷണ രീതി മാറുന്നത് മൂലം അവരുടെ ഒബീസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാൽന്യൂട്രീഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ, വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇന്ന് മാൽന്യൂട്രീഷൻ എവിടെയും കാണുന്നില്ല, പകരം ഒബീസിറ്റിയാണ് കാണുന്നത്. ഒബീസിറ്റിയുടെ കാരണങ്ങൾ ഇന്നത്തെ ജീവിതശൈലി കൊണ്ട് ഉണ്ടായതാണ്. ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ, ഇല്ലെങ്കിൽ സുലഭമായ ഭക്ഷണം കിട്ടുന്ന അവസ്ഥയാണ് അതിലേക്ക് എത്തിച്ചത്. എല്ലാവരും ഇന്ന് ഫാസ്റ്റ് ഫുഡിനും ജങ്ക് ഫുഡിനും കാർബണേറ്റഡ് കോള ഡ്രിങ്ക്സും കൂടുതൽ കാലറി ഉള്ള ബർഗർ, ചിപ്സ്, മിക്സർ എന്നിവയിലൂടെ ആണ് കൂടുതൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ഒബീസിറ്റിയുടെ പ്രധാന കാരണം അവരിലുണ്ടാവുന്ന ഹൈ ഇൻസുലിനാണ്. ഇൻസുലിൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അത് കൂടുതൽ ഒബീസിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 2 ആഴ്ച മുമ്പ് എൻ്റെ ക്ലിനിക്കിൽ ഹോസ്പിറ്റലിൽ ഒരു കുട്ടി വന്നു. ഒരു +2 പഠിക്കുന്ന കുട്ടിയാണ്. അമിതവണ്ണം എന്ന് പറഞ്ഞാണ് വന്നത്. എക്സാമിൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ബ്ലഡ് പ്രഷർ ഹൈ ആയിരുന്നു. ആ ഏജിനേക്കാൾ കൂടുതലായിട്ടുള്ള ബ്ലഡ് പ്രഷർ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് പ്രഷർ കൂടി നിൽക്കുന്നത് എന്നതിലേക്കാണ് പിന്നെ സംശയം പോയത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ക്രിയാറ്റിൻ ലെവൽ നോർമലാണ്, ലിവർ ഫങ്ഷൻ നോർമലാണ്, ഫാസ്റ്റിംഗ് ഷുഗർ ഓൾമോസ്റ്റ് നോർമലാണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ ഏജിൽ പ്രതീക്ഷിക്കാത്ത ഒരു ലെവലാണ് കിട്ടിയത്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ 45 ആണ് ലെവൽ കിട്ടിയത്. HbA1c 6.04, അതും പ്രീ ഡയബറ്റിക് റേഞ്ചിൽ നിൽക്കുന്നു. ഇതിൽ കിട്ടിയത് കൊണ്ട് മനസ്സിലായി ഇതിൻ്റെ പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് എന്നുള്ളതാണെന്ന്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഹോമോ IR എന്നുള്ള ഒരു മെക്കാനിസത്തിലൂടെ അത് ഡിറൈവ് ചെയ്തെടുത്തപ്പോൾ അത് പ്രീ ഡയബറ്റിക് ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് എന്നുള്ള അവസ്ഥയിലാണ് കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ അവരുടെ പാരൻസിനെ വിളിച്ചു, അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ അടുത്ത കാലത്ത് ആയിട്ട് കൂടുതൽ ഫുഡ് കഴിക്കുകയും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതിൻ്റെ ഒപ്പം കഴിക്കുകയും ചെയ്യുന്ന ഒരു ശീലമാണുള്ളത്. അപ്പോൾ പെട്ടെന്നുണ്ടായതല്ല, കുറച്ച് കാലമായിട്ട് ഈ ഒരു ശീലം കോളേജിൽ അല്ലെങ്കിൽ +2, +1 കാലഘട്ടങ്ങളിൽ കൂട്ടുകാരുടെ കൂടെ നടന്ന് ഉണ്ടായിട്ടുള്ള ഒരു ശീലമാണ്. ആ ശീലത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവരുടെ അപ്പോൾ ഹിസ്റ്ററിയുടെ ഭാഗമായി പാരൻസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്ന സമയത്താണ് അവരുടെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ക്ലാസ്സിൽ പോകുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് വാങ്ങി നേരെ റൂമിൽ പോയി കഴിക്കുന്നൊരു ശീലമാണുള്ളത്. അത് എന്താണെന്ന് വീട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും പിന്നീട് മനസ്സിലാക്കി അത് ലേസ്, മിക്സർ, ബർഗർ, കോള എന്നിവയായിരുന്നു. ഇത് വീട്ടിൽ നിന്ന് കഴിക്കുന്നത്. വീട്ടിൽ നിന്നുള്ള ഭക്ഷണത്തേക്കാൾ കൂടുതൽ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കുന്ന ഒരു ശീലമാണ് ഈ അടുത്ത കാലത്ത് അനുവർത്തിച്ചുകൊണ്ടിരുന്നത്. സ്കൂളിലാണെങ്കിൽ ഫ്രണ്ട്സിനോട് കൂടെ നിന്ന് കഴിക്കുന്ന ഫുഡ്സ് എന്താണെന്ന് വീട്ടുകാർക്ക് കൃത്യം അറിയില്ല. അതുകൊണ്ട് അവർ ഫ്രണ്ട്സിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ ആണ് അവർ പല ഭക്ഷണങ്ങളും രുചിക്കാൻ വേണ്ടി ഹോട്ടലുകൾ മാറി മാറി കഴിക്കുകയും കഴിച്ചതിൻ്റെ ഒപ്പം തന്നെ വീണ്ടും കഴിക്കുകയും ചെയ്യുന്ന ഒരു ശീലമാണ് കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഭക്ഷണ രീതിയാണ് ഇതിലേക്ക് നയിച്ചതെന്ന്. കൃത്യമായി പറഞ്ഞാൽ ഒരു ഡീസൽ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണമെല്ലാം ചെല്ലുന്നത് നമ്മുടെ വയറ്റിലേക്കാണ്.
അതെല്ലാം അവിടെ കിടന്ന് ദഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാനുള്ള പറ്റൂ. കൃത്യമായ ന്യൂട്രീഷനും കാലറിയും ഫുഡും അവിടെ നിന്ന് ലഭിക്കണമെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ വേണം ഫുഡ് കഴിക്കാൻ. അതിന് പകരം പലതരത്തിലുള്ള ഫുഡുകൾ പല സമയങ്ങളിൽ രുചിക്കുന്നത് മൂലം അത് ഓവർ കാലറി ആവുകയും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഇൻസുലിനാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും തോറും അത് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെത്തുമ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു മെക്കാനിസത്തിലേക്ക് എത്തുന്നു. അതാണ് ഇവിടെ പ്രീ ഡയബറ്റിക് ആവാനുള്ള കാരണം. ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഡിസിപ്ലിൻ കൃത്യമാക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് വെച്ചത്. കൃത്യമായിട്ടുള്ള പറയുന്ന കാര്യങ്ങൾ കൃത്യത്തോടെ അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ളതിനാലാണ് അത്തരത്തിൽ പറഞ്ഞത്. അവരുടെ ഡയറ്റിലാണ് ഞാൻ ആദ്യം കൺട്രോൾ ചെയ്യുന്നത്. മെഡിസിൻ കാര്യമായി ഒന്നും കൊടുത്തില്ല. പകരം അവരുടെ ഡയറ്റ് മോഡിഫിക്കേഷൻ ആവശ്യപ്പെട്ടു. ഡയറ്റ് കറക്ഷൻ്റെ ഭാഗമായി ബ്രേക്ക്ഫാസ്റ്റ് 2 എഗ്ഗ്, വെജിറ്റബിൾസ്, സൂപ്പ്, കുക്ക്ഡ് വെജിറ്റബിൾസ്. ഞാൻ ഭക്ഷണം കുറക്കാനല്ല പ്രധാനമായും ചെയ്തത്, ഭക്ഷണ രീതിയിൽ കറക്ഷൻ നടത്തുന്നതാണ്. പട്ടിണിക്കിട്ടല്ല ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്, പക്ഷേ കാലറി റെസ്ട്രിക്ഷൻ വന്നു. പ്രോട്ടീൻ കൂട്ടി കാർബ് കുറച്ചു എന്നാണ് പ്രധാനമായും ചെയ്തത്. പ്രഭാത ഭക്ഷണത്തിൽ 2 എഗ്ഗും വെജിറ്റബിൾസ്, പ്രീബയോട്ടിക് വാട്ടറും കൊടുത്തു. മറ്റുള്ള സമയങ്ങളിൽ ലഞ്ചും ഡിന്നറിലും കാർബ് പാർട്ട് വളരെയധികം കുറച്ചു. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നുള്ള അഡ്വൈസും കൊടുത്തു. പ്രീബയോട്ടിക് കൊടുക്കുന്ന സമയത്ത് അത് നമ്മുടെ സാറ്റിറ്റി സെൻറ്ററിനെ കുറയ്ക്കുകയും തന്മൂലം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി കുറയുകയും ചെയ്യും. നമ്മുടെ മിഹ്റാസ് ഹോസ്പിറ്റൽ നാം ഇത്തരത്തിലുള്ള ഒരു ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇവിടെ പട്ടിണി ഇടലല്ല, മറിച്ച് ആവശ്യമായ കാലറിയും ന്യൂട്രീഷനും എത്തുന്ന തരത്തിലുള്ള ഒരു പ്രോട്ടോക്കോളാണ് നമ്മുടെ സംവിധാനം ചെയ്യുന്നത്. ഈ കുട്ടിയുടെ ഫോളോ അപ്പിൽ ആഫ്റ്റർ 2 വീക്സ് നാം വീണ്ടും നോക്കുന്ന സമയത്ത് അതിൻ്റെ 4 കിലോ വെയിറ്റ് കുറയുകയും അതിൻ്റെ BP മരുന്നില്ലാതെ തന്നെ നോർമലിലേക്ക് എത്തുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ അവർ കൃത്യമായിട്ട് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാം ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഫോളോ അപ്പ് ചെയ്യുകയും എല്ലാ ഇടവേളകളിൽ നാം അവരെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നുള്ളത് ഇടയ്ക്ക് വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തരാനും അവർ ആവശ്യപ്പെട്ടിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു സഹകരണം ആ വീട്ടുകാരിൽ നിന്നും കുട്ടിയിൽ നിന്നും കിട്ടിയത് കൊണ്ടാണ് അവരുടെ രോഗം വളരെ വേഗത്തിൽ നമുക്ക് കുറക്കാൻ സഹായിച്ചത്. ഒരു 2 ആഴ്ചയും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ ഇൻസുലിൻ ലെവൽ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം ഇൻസുലിൻ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് അത് കറക്ഷനായി എന്നുള്ളത്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളിലെ ഏറ്റവും പ്രധാന വില്ലൻ ഇൻസുലിനാണ്. പക്ഷേ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ പോലും, ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ പോലും ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഡയബറ്റിസ് അല്ലേ, മരുന്ന് കഴിക്കാം. മരുന്ന് കൊണ്ടല്ല നമുക്ക് രോഗം നേരിടേണ്ടത്. ഇൻസുലിനൊപ്പം തന്നെ കുറയുന്നതിൻ്റെ ഒപ്പം തന്നെ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തുകയും വേണം. ഇൻസുലിനാണ് ഇവിടെ പ്രധാന വില്ലൻ. ഇൻസുലിൻ ലെവൽ കുറക്കാൻ കാർബ് റെസ്ട്രിക്ഷനൊപ്പം തന്നെ നാം കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസിൽ ഏർപ്പെടേണ്ടതാണ്. ഇനി എനിക്ക് പ്രധാനമായും പറയാനുള്ളത് പാരൻസിനോടാണ്. കുട്ടികളുടെ ശീലം നാം ഒരു പരിധിവരെ മാത്രമേ പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവരെ നല്ല ശീലം പഠിപ്പിക്കാൻ നാം അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ സ്നേഹത്തോടു കൂടെ വേണമെന്നുള്ളതാണ് എൻ്റെ പക്ഷം. എന്തുകൊണ്ടാണ് നല്ല ശീലം ഉൾക്കൊള്ളേണ്ടതെന്ന് കാര്യകാര്യ സഹിതം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അതിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും. കുട്ടികളെ എപ്പോഴും എസ്പെഷ്യലി 9 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് അനുഭവിക്കുന്ന മെൻ്റൽ ട്രോമ
ഒന്ന് കൺസിഡർ ചെയ്ത് കൂടുതൽ സമയം അവരെ പഠിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് അവരെ ഒന്ന് നീക്കുന്നത് ഒരു പരിധിവരെ അവർക്ക് റിലാക്സേഷനും അതോടൊപ്പം ഫിസിക്കൽ എക്സസൈസ് കൂടുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാനുള്ള സാധ്യത കൂടാൻ സഹായിക്കുന്നതാണ്. പാരൻസിനോടുള്ള എൻ്റെ സിൻസിയർ അഡ്വൈസ്, ഫുഡ് ഈസ് മെഡിസിൻ എന്നുള്ള ആ കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കുട്ടികളുടെ ഫുഡ് എങ്ങനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാമെന്നുള്ള ശീലം അവരിൽ ഏൽപ്പിക്കുകയാണ്. അതാണ് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.